വീണ്ടും ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണമോ തടസ്സങ്ങളോ ഉണ്ടായാൽ ഗൾഫ് മേഖലയിലോ ഒമാൻ ഉൾക്കടലിലോ ഉള്ള ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു കടക്കുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം കടൽ കൊള്ളയാണെന്നാണ് ഇറാൻ സായുധ സേന പറയുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണമോ തടസ്സങ്ങളോ ഉണ്ടായാൽ അത് ഗൾഫ് മേഖലയിലോ ഒമാൻ ഉൾക്കടലിലോ ഉള്ള ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഉപരോധം അനുസരിച്ച് ഇറാനിയൻ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡും അറിയിച്ചത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നതും എന്നാൽ ഇറാൻ തുറമുഖങ്ങളുമായി ബന്ധമില്ലാത്തതുമായ കപ്പലുകളെ തടയില്ലെന്നും അമേരിക്കൻ സേന ആദ്യം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ ഈയൊരു നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സമുദ്രമേഖലയിലെ സമാധാനം തകർക്കുന്നതാണെന്നുമാണ് ഇറാന്റെ പക്ഷം. അമേരിക്കൻ ഭീഷണി മറികടക്കാൻ ഹോർമുസ് കടലിടുക്കിൽ സ്ഥിരം സംവിധാനം നടപ്പിലാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. സ്വന്തം തുറമുഖങ്ങളുടെ സുരക്ഷ അപകടത്തിലായാൽ തിരിച്ചടിയാക്കുമെന്ന ഇറാന്റെ പ്രസ്താവന ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഈ കപ്പൽ പാതയിലെ നാവിക ഉപരോധം ആഗോള ഇന്ധന വിപണിയെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെയും ബാധിക്കുമെന്ന ഭീതിയും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉയരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.